പശ്ചിമേഷ്യൻ യുദ്ധക്കളമായ ഹോർമൂസിൽ അമേരിക്കൻ നാവികസേന തൊടുത്ത മാരക മിസൈലുകൾ എഞ്ചിൻ റൂം തകർത്തപ്പോൾ ഒമാൻ കടലിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികൻ ആദിത്യ ശർമ്മയുടെ അവസാന ഫോൺ കോൾ വിവരങ്ങൾ പുറത്തുവന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ പിതാവിനെ വിളിച്ച് കപ്പലിലെ ഭീകരാന്തരീക്ഷത്തെക്കുറിച്ച് ആദിത്യ സംസാരിച്ച നെഞ്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉപരോധം തീർത്തു നിൽക്കുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിലും തന്റെ കുടുംബത്തെ ഓർത്ത് ആദിത്യ ആശങ്കപ്പെട്ടിരുന്നു. അമേരിക്കൻ സൈന്യം കപ്പൽ വളഞ്ഞ് 2 തവണ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടും കമ്പനിയും ക്യാപ്റ്റനും അത് വകവയ്ക്കാതെ കപ്പൽ മരണക്കെടിയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് ആദിത്യയുടെ പിതാവ് രാജേഷ് ശർമ്മ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് അതീവ ദുഃഖത്തോടെ വെളിപ്പെടുത്തി. ഞങ്ങൾ ദിവസവും സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചപ്പോൾ 2 തവണ US നാവികസേനയുടെ മുന്നറിയിപ്പ് ലഭിച്ചതായി അവർ പറഞ്ഞു. എന്നിട്ടും കപ്പൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് തന്നെ മുന്നോട്ട് കുതിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ കടുത്ത ആശങ്കയിലായിരുന്നു. അന്ന് തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായെങ്കിലും അതിലെ ജീവനക്കാരെയെല്ലാം സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു, രാജേഷ് ശർമ്മ പറഞ്ഞു. ജൂൺ 9-ന് ഒമാൻ തീരത്തുണ്ടായ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യൻ നാവികരിൽ ഒരാളാണ് ആദിത്യ ശർമ്മ. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ നാവികരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ആദിത്യ ഉൾപ്പെടെ 3 പേരെ കാണാതായിരുന്നു. US ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടാങ്കറിനു നേരെ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ വാദം. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ സ്വദേശിയായ ആദിത്യ കഴിഞ്ഞ നവംബർ മുതലാണ് കപ്പലിൽ ഡെക്ക് കേഡറ്റായി ജോലിയിൽ കയറിയത്. മകനെ കാണാതായെന്ന വാർത്തയ്ക്ക് പിന്നാലെ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വ്യാഴാഴ്ച രാവിലെയാണ് ആദിത്യന്റെ മരണം സ്ഥിരീകരിച്ച് കപ്പൽ കമ്പനിയുടെ സന്ദേശം ലഭിക്കുന്നത്. മകന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു. കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ എക്സിലൂടെ സ്ഥിരീകരിച്ചു. നാവികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും തിരിച്ചറിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. MT സെറ്റാബെല്ലോ കപ്പലിലുണ്ടായ ദാരുണ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇന്ത്യൻ നാവിക സമൂഹത്തിന് ഇതൊരു വലിയ നഷ്ടമാണ്. മോദി സർക്കാർ ഈ ദുരന്ത സമയത്ത് കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. രക്ഷപ്പെടുത്തിയ ജീവനക്കാരെയും അന്തരിച്ച നാവികരുടെ ഭൗതിക ശരീരങ്ങളും എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സർബാനന്ദ സോനോവാൾ അറിയിച്ചു. പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആദിത്യ ചെന്നൈയിലെ സ്വകാര്യ സർവകലാശാലയിൽ നിന്നാണ് നോട്ടിക്കൽ സയൻസ് ബിരുദം നേടിയത്. തുടർന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നിന്ന് അഡ്വാൻസ്ഡ് ഡിപ്ലോമയും പൂർത്തിയാക്കിയ ശേഷമാണ് ആദ്യ നിയമനമായി കപ്പലിൽ കയറുന്നത്. നവംബറിൽ അവൻ കപ്പലിൽ കയറുമ്പോൾ മേഖലയിൽ യുദ്ധ സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. ചെന്നൈ സിംഗപ്പൂർ റൂട്ടിലായിരുന്ന കപ്പൽ പിന്നീട് ഒമാനിലേക്ക് തിരിക്കുകയായിരുന്നു. മെയ് മാസത്തിൽ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഇരുന്നതാണെങ്കിലും 2 മാസത്തേക്ക് കൂടി നീട്ടാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു, പിതാവ് രാജേഷ് ശർമ്മ പറഞ്ഞു. തുടർച്ചയായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇത്രയധികം ജീവനുകൾ അപകടത്തിലാക്കിയതെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുമെന്നും രാജേഷ് ശർമ്മ ചോദിച്ചു. അമേരിക്ക ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധം ലംഘിച്ച് മുന്നോട്ടു പോയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് US സൈന്യത്തിന്റെ വാദമെങ്കിലും കപ്പൽ കമ്പനികളുടെ അത്യാഗ്രഹത്തിന് ഇരയാകുന്നത് പാവപ്പെട്ട ഇന്ത്യൻ നാവികരാണെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്.